You must submit that which is good and acceptable and perfect to the Lord. If every moment which we spend in the presence of the Lord, or whatever you do it for the kingdom of the Lord, it must be acceptable and perfect in the presence of the Lord. നമ്മൾ എന്ത് ചെയ്താലും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മേ ബി അത് റിപ്പീറ്റഡ്ലി നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം, എങ്കിലും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് മുന്നിൽ ഹല്ലേലൂയ അക്സെപ്റ്റബിൾ ആയിരിക്കണം, അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നവിടെ എഴുതിയിരിക്കുന്നത്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സും പുതുക്കി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമാണോ? ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ദൈവഹിതമാണോ? ഞാൻ ഒരാളോട് ഇടപെടുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ശോധന ചെയ്തിട്ട് വേണം ഓരോ ദിവസവും അതിലേക്ക് ഇറങ്ങുവാൻ. The Bible say if any of one person in Christ Jesus, he is a new creation. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സ് പുതുക്കപ്പെട്ട, ശരീരം പുതുക്കപ്പെട്ട, മൈൻഡ് പുതുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ എന്നുള്ളത് അത്ര ക്വസ്റ്റ്യൻ. The question here is that when you say I'm a new creation, have you been renewed yourself in your flesh, in your body, in your spirit? Have you changed yourself? Have you received anything different? Are you carrying anything differently?